മാർഗദർശക മണ്ഡലം കേരളം ഘടകത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി കോഴിക്കോട് കുമാരി സംഗമം നടന്നു. തൊണ്ടയാട് നടന്ന സംഗമത്തിൽ നിരവധി കുമാരിമാരാണ് പങ്കെടുത്തത്. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പരിപാടിയിൽ പ്രഭാഷണം നടത്തി. സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലം കേരള ഘടകം സംഘടിപ്പിക്കുന്ന ധർമ്മസന്ദേശയാത്രയുടെ ഭാഗമായാണ് കുമാരി സംഗമം നടന്നത്. പരിപാടിയിൽ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും ധർമ്മസന്ദേശയാത്ര രക്ഷാധികാരിയുമായ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ യഥാർത്ഥ സമ്പത്ത് യുവശക്തിയാണെന്നും വ്യത്യസ്ത മേഖലകളിലായി ലോകത്തെ നയിക്കേണ്ടവരാണ് യുവതലമുറയെന്നും സ്വാമിജി പറഞ്ഞു. യുവശക്തി അതാണ് ഇന്നത്തെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മളെക്കാൾ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചൈന. അവർ ടെക്നോളജിക്കലായിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ നാളെ കൈകാര്യം ചെയ്യാൻ ആരാളുള്ളത്? ഒക്കെ 60 കഴിഞ്ഞവരാണ്. ഏറ്റവും ജനസംഖ്യ ഭാരതത്തിലാണ്. ഈ ഭാരതത്തിൽ 60% കുട്ടികളും യുവജനങ്ങളുമാണ്. ഇന്നത്തെ യുവജനങ്ങൾ നാളെ യുവത്വത്തിലേക്ക് വരുന്നവർ. ഇതാണ് ഭാരതത്തിന്റെ സമ്പത്ത്. അടുത്ത ഒരു 4 ദശകങ്ങളിലേക്ക് ലോകത്തെ നയിക്കാൻ കഴിയുന്ന വീര്യം നമ്മുടെ ഉള്ളിലുണ്ട്. സംഗമത്തിനെത്തിയ കുമാരിമാരുടെ സംശയങ്ങൾക്ക് സ്വാമി ചിദാനന്ദപുരി മറുപടി നൽകി. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിനി ശിവാനന്ദപുരി, ചിന്മയ മിഷൻ കോഴിക്കോട് മഠാധിപതിയും ധർമ്മസന്ദേശയാത്രയുടെ കോഴിക്കോട് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനുമായ സ്വാമി ജിതാത്മാനന്ദ സരസ്വതി, കുമാരി സംഗമം കൺവീനർ ഉമാ അന്തർജനം, കുമാരി സംഗമം സഹകൺവീനർ നീന, ധർമ്മസന്ദേശയാത്രയുടെ മാതൃസമിതി കൺവീനർ ഭാവന സുമേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒക്ടോബർ 7 കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ധർമ്മസന്ദേശയാത്ര 21 തിരുവനന്തപുരത്ത് സമാപിക്കും. ഒക്ടോബർ 10 യാത്ര കോഴിക്കോട് എത്തുക. ജനം, കോഴിക്കോട്.